നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇതാരാണ് ഇവിടെ നിന്ന് കോമഡി മാസ്റ്റേഴ്സിൻ്റെ ഇൻട്രോ പറയുന്നതെന്ന്. ഞാൻ അനുജ് രാമചന്ദ്രൻ, ഈ ഷോയുടെ ഡയറക്ടറാണ്. ഇന്ന് ആക്ച്വലി ഏപ്രിൽ 1 അതായത് ഏപ്രിൽ ഫൂൾ ഡേ അല്ലേ. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ പലരും നിങ്ങളെ ഇപ്പോൾ ഫൂളാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ കോമഡി മാസ്റ്റേഴ്സിലും നമ്മുടെ ടീമിനെ നമ്മളൊന്ന് ഫൂളാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ കേരളത്തിലെ മുടി വളർത്തിയ ചേട്ടന്മാരും കൂടിയുണ്ട്. പ്രവീൺ ബ്രോ, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. അപ്പോൾ ആക്ച്വലി നമ്മുടെ ഈ എപ്പിസോഡ് രാത്രി 9 മണിക്കാണ് ടെലികാസ്റ്റ് നടക്കുന്നതെങ്കിലും ഇത് ഷൂട്ട് ചെയ്യുന്നത് പകൽ സമയത്താണ്, നിങ്ങൾക്കറിയാലോ. ഇപ്പോൾ രാവിലെ 9 മണി ആകുന്നു. ഒരു ദിവസം നമ്മൾ 4 എപ്പിസോഡ് എടുക്കും. നമ്മുടെ ഇവിടുത്തെ ടീമുണ്ട്, നമ്മുടെ അഖിൽ കവലിയൂർ, ശ്രീവിദ്യ, ശ്വേത ചേച്ചി, ഇവരുടെയൊക്കെ നമ്മൾ രാവിലെ 9 മണിക്ക് ഫ്ലോറിൽ കയറണം എന്നാണ് പറയുന്നത്. പക്ഷേ അവർ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. നമ്മൾ രാവിലെ 8 മണിക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ യൂഷ്വലി നമ്മൾ ഒരു ഫ്രണ്ട്ലി ആയിട്ട് ഇവരെയൊക്കെ ഓക്കെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ കൈകാര്യം ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് ഏപ്രിൽ ഫൂൾ ആയതുകൊണ്ട് നമുക്കൊന്ന് പേടിപ്പിക്കണ്ടേ? വേണ്ടേ? നന്നായിട്ടൊന്ന് വരട്ടി നമുക്കൊന്ന് പേടിപ്പിക്കാം. അങ്ങനെ തുടങ്ങാം എപ്പിസോഡ്. അപ്പോൾ നിങ്ങൾ കൂടെയൊക്കില്ലേ? അപ്പോൾ നമ്മളൊന്ന് ഏപ്രിൽ ഫുൾ ആക്കുന്നു അവരെ. ഓക്കെ, ആൾക്കാരെ വിളിച്ചേ, തുടങ്ങണ്ട പരിപാടി. ഈ ശ്വേത ചേച്ചിക്ക് വിളിച്ചോ? എവിടെ എത്തി? കേറണൊക്കെ എടുത്തോട്ടോ. എനിക്ക് കണ്ടന്റ് കിട്ടിയോ? എന്താ പ്രശ്നം? എന്താ രാവിലെ ഇത്ര ഡിലേ ആവാൻ കാര്യം? നമ്മൾ 8:45 പറഞ്ഞല്ലേ? ചെക്ക് ചെക്ക് 1 2 3. ഹലോ 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 ഹലോ. ചേച്ചി വരുന്നുണ്ട് എടുത്തു. QT the hand wash presence comedy masters powered by ഒരു തീരുമാനമാക്കിയിട്ട് തന്നെ തുടങ്ങിയാൽ മതി നമുക്ക്. ബേസിക്കലി എന്താണെന്നറിയോ കാര്യം? ഇവിടെ ഒരു ചാനലല്ലേ, നിങ്ങൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുക്കണം ഈ പരിപാടി. അനുജേട്ടൻ, ഞാൻ 8:34 റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്ര മണിക്കാ വന്നേ? റെഡിയായി. ഞാൻ മൈക്ക് ചോദിച്ചിരുന്നു. മൈക്ക് ചോദിച്ചപ്പോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് വിഷുവിന്റെ ബൈറ്റ് എടുക്കാനുണ്ടായിരുന്നു. നമ്മളിവിടെ എത്രയും ക്രൂ മെമ്പേഴ്സ് രാവിലെ 8 മണിക്ക് ഫുഡ് കഴിച്ച് കയറുന്നു. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നു. 9 മണിക്ക് റോളിംഗ് പറഞ്ഞതാ. 9 മണിക്ക് റോളിംഗ് ആണെങ്കിൽ മൈക്ക് വെച്ച് ഇപ്പൊ തന്നെ മൈക്ക് വെച്ച് കഴിഞ്ഞിട്ടില്ല. അകലിലൊന്നും ഒരു കണ്ടന്റ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ ഈ പ്രവീൺ ഭായും ടീമൊക്കെ വന്നിരിക്കുന്നത്. അപ്പുറത്ത് നോക്കി, ആ ബിയേർഡ് അസോസിയേഷൻ, അവർ രാവിലെ 8 മണിക്ക് തൊട്ട് വന്നിരിക്കുക. അതുകൊണ്ട് ദയവേത് നിങ്ങൾ മനസ്സിലാക്കുക, ഇത് എന്റെ ഭാഗത്തു നിന്നുള്ളൊരു അവസാനത്തെ പരിപാടിയാണിത്. കാരണം നിങ്ങളെ കുറെ കാലം കൊണ്ട് നിങ്ങൾ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ബിഹേവിയർ നിങ്ങളുടെ ഭാഗത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യും. നമ്മൾ മനസ്സിലായോ? അല്ല, നിങ്ങൾ എന്റെ സ്ഥാനത്ത് നിന്ന് ആലോചിക്കുക. എന്റെ സീറ്റിൽ നിങ്ങളാണെങ്കിൽ നിങ്ങൾ ഈ കോസ്റ്റ്യൂമിന്റെ ഡിലേ, മൈക്കിന്റെ ഡിലേ എന്ന് പറഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? ഇല്ല അനുചേട്ടാ, നമ്മൾ ഇനി നോക്കാം. അല്ല, ഞാൻ ഇത്രയും ദിവസം ഇത്ര കോമഡി മാസ്റ്റേഴ്സ് തുടങ്ങി ഇത്രയും എപ്പിസോഡായിട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടേ ഞാൻ ഇത്രയേ നമ്മൾ പറയാനുള്ളൂ. ഇപ്പൊ ഞാനും ഈ ഷോയിൽ അത്ര സ്ഥായി ആയിട്ടുള്ള ഒരാളൊന്നുമില്ല. ചിലപ്പോൾ എന്നെ മാറ്റും. ഷോ താഴെ പോയി കഴിഞ്ഞാൽ എന്നെ മാറ്റും. അതുപോലെ തന്നെ നിങ്ങളെയും ഇതുപോലുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം ഒന്ന് മാറ്റിയാൽ ദയവ് ചെയ്ത് എൻ്റെ അടുത്ത് ഒരു ബുദ്ധിമുട്ട് തോന്നരുത്. ഇപ്പൊ ഏപ്രിലാണ്, അടുത്ത ഷോ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യാൻ പോകുന്ന സമയമാണ്. നമ്മൾ ചിലപ്പോൾ കുറച്ച് പുതിയ ബാക്കപ്പായിട്ട് വേറെ കുറെ ആർട്ടിസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ ചാനൽ പറയുന്നുണ്ട്. എന്തിന്? അപ്പൊ നമ്മൾ ഷൂട്ട് വാങ്ങാൻ പോവാണ്. ഇനി കമ്പനി പറയാണ് ഡിലേ ആയിട്ടുള്ള ആൾക്കാർ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ അടുത്ത പരിപാടിക്ക് പോകും. അങ്ങനെ അടുത്ത പരിപാടി പിടിക്കാനാണെങ്കിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ആൾക്കാരെ കൂടെ കാണിച്ചു തരാം. നിങ്ങൾ എല്ലാവരും ഒന്ന് സ്റ്റേജിലേക്ക് നോക്കിയോ, ഫ്ലോറിലേക്ക് നോക്കിയോ. എനിക്ക് അപ്പഴേ അറിയാറുണ്ട് നമ്മൾ ഇതെന്തറിയാമോ, ഇവിടെ ആരും സ്ഥായിയല്ല മാറ്റുന്നത്. അപ്പം ലോണ്ടടൊക്കെ വേറെ പണി നോക്കണം. പേടിച്ചങ്ങ് നിന്ന് ക്ലാസ്സിലൊക്കെ നിർത്തിയ പോലെ. ഒന്നുമില്ല. അല്ല, പക്ഷെ ഇതിന് ഒരു കാര്യം മനസ്സിലായി. കുറ്റം പറയുന്ന രീതി അഖിലേക്ക് മൈക്കോണായാലും എനിക്ക് എന്തെങ്കിലും വിളിച്ച് പറയാൻ പറ്റും. മൈക്ക് ചേട്ടൻ സെൽഫായിട്ട് ഓഫ് ചെയ്യുന്ന കണ്ടതാ. എന്നിട്ട് എന്റെ മൈക്ക് ഓണല്ലാന്ന്. എന്നിട്ട് എന്റെ അടുത്ത് പറയണ് ചേച്ചിക്ക് എങ്ങനെ ഒരു വാക്ക് പറയായിരുന്നു. ചേച്ചിക്ക് അതിലും പറന്ന് വഴക്കിട്ടിക്കൊണ്ടിരിക്കുക. അല്ല, അതല്ല, ഞാൻ ആദ്യം അഖിൽ ലോണിന്റെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് നോബിനോ അത് വേറൊരു വലിയ ഏപ്രിൽ ഫൂൾ ആയോ വേറെ ഒരു വ്യക്തിയില്ല ഈ വേദിയില്. നോബി. അപ്പൊ നമ്മൾ ഏപ്രിൽ ഫൂൾ ആയ സ്ഥിതിക്ക് ഇത് എവിടം തൊട്ട് തുടങ്ങിയ പ്ലാൻ എന്നാലും കവലൂരെ. നമ്മൾ രാവിലെ പോയി റെസ്റ്റോറന്റിൽ ഫുഡ് പറഞ്ഞപ്പം പുട്ടെന്ന് പറഞ്ഞപ്പോ അവൻ മാവ് മേടിക്കാൻ പോണേ. അല്ല, ഗ്യാസിന്റെ പ്രശ്നം ഇല്ല സമയം എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അത് ഡിലേ, കടലക്കറി ഡിലേ, ചായ വണ്ടി ഡിലേ, മൊത്തം ഡിലേ.